ചെക്ക, നീ ആരടാ? ആക്ഷൻ പടത്തിലെ ഹീറോയോ? ഒരു വലിയ രക്ഷകൻ വന്നിരിക്കുന്നു. രക്ഷിക്കാനും ശിക്ഷിക്കാനും ഇവിടെ ഞങ്ങളുടെ അണ്ണൻ മാത്രമേ ഉള്ളൂ. നിന്റെ കൊടുക്കും അടക്കും ഇവിടെ തന്നെയാടാ. ഇവമാരെ നോക്കിക്കോണം, ഞാനിപ്പോ വരാം. അവന്റെ ഒക്കെ ആക്ഷൻ പടം. മനുഷ്യനെ കൊണ്ട് ഇത് പറ്റുമെന്ന് ഞാൻ അപ്പോഴേ ചോദിച്ചതല്ലേ. ഇപ്പൊ എല്ലാം പോയില്ലേ. അബദ്ധം പറ്റിയത് നമുക്കാ. ഇനി നമ്മള് അനൂപേണ്ണെ എങ്ങനെ രക്ഷിക്കും? അനൂപേണ്ണ മാത്രമല്ല, ഇപ്പൊ ധനുഷിന്റെ ജീവൻ കൂടി അപകടത്തിലായില്ലേ. ധനുഷിന് എന്തെങ്കിലും പറ്റിയാ സ്നേഹയോട് നമ്മൾ എന്ത് മറുപടി പറയും സജ്ജേട്ടാ? പേടിക്കണ്ട, അവർക്കൊന്നും സംഭവിക്കില്ല. അവര് മധുവിന്റെ കയ്യിൽ പെട്ടിട്ടുണ്ടാവില്ല. തന്റെ കോള് വന്നപ്പോ തന്നെ അവർ രക്ഷപ്പെട്ടു കാണും. എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം? ആ ചെങ്കൽ മധുവിന്റെ കയ്യിലെങ്ങാനും അവര് പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അണ്ണാ, അവള് വിളിക്കുന്നുണ്ട്. എടുക്കണ്ടെന്നാ, അവള് നേരിട്ട് വരട്ടെ. ഒരു ഗർഭിണിയല്ലേടാ പാവം. ഹലോ അർച്ചനെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എവിടെയാ നീ? എന്റെ ഏട്ടനെയും ധനുഷിനെയും നീ കൊണ്ടുപോയി അല്ലേ? കൊണ്ടുപോയി. രണ്ടുപേരും എന്റെ അടുത്തുണ്ട്. ഇനിയും ഓടിപ്പോകാതിരിക്കാൻ കെട്ടിയിട്ടേക്ക്. ഇതിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താണോ? അവൻ വാക്ക് തെറ്റിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും? രണ്ടുപേരും കൊണ്ട് ഞാനിങ്ങ് പോന്നു. എന്താ? നീ അവനെ ഒളിപ്പിച്ച സ്ഥലം ഒട്ടും സേഫ് അല്ല. ഇവിടെ ആകുമ്പോ നല്ല സെക്യൂരിറ്റി ഉണ്ട്. അവരുടെ ദേഹത്തൊരു പോറല് പറ്റിയാ ഒറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. ഞാൻ അവരെ തൊട്ടാ നീ എന്ത് ചെയ്യും? നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ അവരെ ഒന്ന് തൊട്ടു നോക്ക്. അപ്പൊ കാണിച്ചു തരാം ഞാൻ. അവള് പറഞ്ഞ എന്താണെന്ന് നിനക്കറിയോ? അവരെ തൊട്ടുപോരുതെന്ന്. നമുക്കൊന്ന് തൊട്ടു നോക്കിയാലോ? റെഡിയാണോ? താനിതെങ്ങോട്ടാ? മധുവിന്റെ അടുത്തേക്ക്.